വെൽക്കം യു പ്രസൻസ് യു. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവെ ഒന്ന് വരണമേ. ഞങ്ങളുടെ ചിന്തകളെ ഒന്ന് കഴുകണമേ. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾക്ക് വന്നുപോയ വീഴ്ചകളെ ഒന്ന് കഴുകണമേ. ഞങ്ങളുടെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് കഴുകണമേ. നിന്റെ അതിപരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളൊന്ന് നടത്തണമേ. ഇന്ന് ഞങ്ങൾ ആരാധിക്കാനിരിക്കുമ്പോൾ പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ ആരാധനയൊന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കഴിവിനാൽ ഒന്നുമേ സാധ്യമല്ലല്ലോപ്പാ. അങ്ങയുടെ വലിയ സ്നേഹത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും ഞങ്ങളുടെ സർവ്വപാപങ്ങൾക്ക് പരിഹാര ബലിയാവുകയും ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മരണത്തിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഞങ്ങളുടെ നല്ല യേശുവേ, അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. ഈ സമയങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ ഒരു നവീകരണത്തെ അവിടെ നയിക്കണമേ പരിശുദ്ധാത്മാവേ. ഇന്ന് വളരെ സങ്കടത്തിനകത്തിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളുടെ അകത്ത് അങ്ങയുടെ നന്മയെ ഒന്ന് അയച്ചു കൊടുക്കണമേ. അങ്ങ് എത്ര നല്ലവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ നന്മയും കരുണയും ഞങ്ങൾ ആശ്രയിക്കുന്നു പിതാവേ. അത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ പിന്നാലെ വരുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പ്രിയ പിതാവേ, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇന്ന് ജീവിതത്തിനകത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരങ്ങളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവേ അങ്ങ് ഇടപെടണമേ. കർത്താവേ, അങ്ങ് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവത്തിൻ്റെയും ഉറവിടമായ നല്ല ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ മുൻപിലേക്ക് താഴ്ത്തി തരുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു പിതാവേ. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ല, അത് അങ്ങല്ലാതെ വേറെ ഒന്നുമില്ലപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരാധീനതകളുടെ ഇടയിലും ഞങ്ങളുടെ സങ്കടങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ ഏകാന്തതയ്ക്കകത്തും ഞങ്ങൾക്ക് പറയുവാനും പാടുവാനും അങ്ങല്ലാതെ വേറെ ഒന്നുമില്ലപ്പാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനേ നന്ദിയാ. പ്രിയ പിതാവേ, ഈ സമയങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി അങ്ങ് സ്പർശിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിനകത്ത് ഇനിയും ഒരു ജീവിതമുണ്ടെന്ന് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ കരുണയ്ക്കകത്ത് ഇനിയും ഒരു ജീവിതമുണ്ടെന്ന് വെളിപ്പെടുത്തണമേ. അങ്ങ് എത്രയോ അധികമായി ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, അതൊന്ന് വ്യക്തമാക്കണമേ. ആ തകർന്ന മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തണമേ. അവരായിരിക്കുന്ന ഈ സ്ഥലത്ത് കർത്താവിൻ്റെ സ്നേഹത്താൽ ഒന്ന് മൂടണമേ. അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന, അപ്പനേക്കാൾ അധികം ഞങ്ങളെ നോക്കുന്ന, ഞങ്ങളുടെ സഹോദരങ്ങളെക്കാൾ ഞങ്ങളെ നന്നായി അറിയുന്ന ഞങ്ങളുടെ നല്ല യേശുവേ, ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി തരുന്നു. അങ്ങയുടെ സ്നേഹത്തിലേക്ക് താഴ്ത്തി തരുന്നപ്പോൾ അങ്ങ് ഞങ്ങളെ നോക്കാതെ പോകരുതേ. അങ്ങ് ഞങ്ങളെ തൊടാതെ പോകരുതേ. അങ്ങ് ഞങ്ങളോട് ഇടപെടാതെ പോകരുതേ. അപ്പൊ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങൾക്കായി ഇറങ്ങി വന്നവനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവനാണ് ഞങ്ങൾ അറിയുന്നത്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാൾ ഞാൻ തള്ളിക്കളയുകയില്ലെന്ന് പറഞ്ഞത് ദൈവ സ്നേഹമേ, ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെയും സ്നേഹത്തോടെ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. കർത്താവ്, ഈ സമയങ്ങളിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പരാധീനതയിൽ കിടക്കുന്ന, ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറയുന്ന പ്രിയ സഹോദരനെ അങ്ങ് സ്പർശിക്കണമേ. ആ സഹോദരൻ്റെ ജീവിതത്തിനകത്ത് അങ്ങൊരു മാറ്റം നൽകിയതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ കാരുണ്യത്തിനായി നന്ദി പറയുന്നു.
വന്നതിനായി നന്ദി. ആ കരം ഇന്ന് നീണ്ടു വന്നതിനായി നന്ദി. ആ കരം ഇന്ന് ആ റൂമിനകത്ത് ഏകാന്തതയിലിരിക്കുന്ന, ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലായിരിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതിനായി നന്ദി. കുഷ്ഠരോഗി അങ്ങ് തൊട്ടിട്ട് അങ്ങ് പറഞ്ഞുവല്ലോ, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. എനിക്ക് നിന്നെ ശുദ്ധനാക്കാനൊരു മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഇന്ന് ഈ സമയങ്ങളിൽ ജീവിതത്തിനകത്ത് ആ മനസ്സിനെ ഒന്ന് വെളിപ്പെടുത്തണമേ കർത്താവേ. ആ കിടക്കയിൽ കിടക്കുന്ന, വർഷങ്ങളായിട്ട് ഇനി പുറത്തു വരാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ആ മനുഷ്യനെ ഒന്ന് സ്പർശിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ സ്പർശിക്കണമേ. അങ്ങേക്ക് മാത്രമേ ആ കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയത്തുള്ളൂ യേശുവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. അങ്ങയുടെ സ്പർശനം ആ മകൻ്റെ ശരീരത്തിലേക്ക് വരട്ടെപ്പാ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മേൽ ആ സ്പർശനം ഉണ്ടാകട്ടെ. നീണ്ട 11 വർഷത്തെ ആ കിടപ്പിനെ അങ്ങ് അവസാനിപ്പിക്കണമേ യേശുവേ. അങ്ങേക്കല്ലാതെ വേറെ ആർക്കും അത് സാധ്യമല്ലല്ലോപ്പാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പരനേ നന്ദിയാ. കർത്താവേ, ഇന്ന് എനിക്ക് ആരുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന സഹോദരിയുടെ അടുക്കൽ അങ്ങയുടെ സാന്നിധ്യം നിൽക്കുന്നതിനായി നന്ദി പറയുന്നു. എനിക്ക് ആരുമില്ല, ഞാൻ ജീവിതത്തിനകത്ത് പരാജയമാണെന്ന് പറയുന്ന പ്രിയപ്പെട്ട വ്യക്തിയുടെ അടുക്കൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി പറയുന്നു. പിതാവേ, ഇന്ന് മകളെ റെസ്റ്റോർ ചെയ്തതിനായി, അങ്ങയുടെ സ്നേഹത്താൽ റെസ്റ്റോർ ചെയ്തതിനായി ഞാൻ നന്ദി പറയുന്നു. ആ റെസ്റ്റോറേഷൻ പ്രോസസ്സിനായി നന്ദി പറയുന്നു. അങ്ങയുടെ സ്പർശനം ഈ സമയങ്ങളിൽ ആ മകളുടെ മേൽ വെച്ചതിനായി നന്ദി പറയുന്നു. ഏകാന്തതയെ നശിപ്പിക്കുന്ന, ഏകാന്തതയെ തകർക്കുന്ന ആ ദൈവ സ്നേഹം ഇന്ന് സ്പർശിക്കുന്നതിനായി നന്ദി പറയുന്നു. ആ മകളുടെ മേൽ അത് വന്നതിനായി നന്ദി പറയുന്നു. എന്നെയും ദൈവം സ്നേഹിക്കുമോ? നിന്നേക്കാളധികം അവൻ വേറൊന്നിനെ സ്നേഹിച്ചിട്ടില്ല. തിരുവചനം പറഞ്ഞിരിക്കുന്നത് പോലെ കണ്ടാലും എത്ര വലിയ സ്നേഹമാ പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയും താനും. ഇന്ന് പിതാവ് നമ്മെ സ്നേഹിച്ച സ്നേഹം, സ്വർഗത്തിലെ പിതാവ് തൻ്റെ ഏകജാതനെ ഇത്ര മോശകരമായ ഒരു ക്രൂശ് മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് എന്നെ നിങ്ങളെ രക്ഷിച്ച അതേ സ്നേഹം ഇന്ന് നിന്റെ ഏകാന്തതയ്ക്കകത്ത് കർത്താവ് വ്യക്തമാക്കട്ടെ. കർത്താവ് നിന്നെ സ്പർശിക്കട്ടെ. ആ കർത്താവിന് നിന്നോടൊരു സത്യം പറയാനുണ്ട്. ആ സത്യം മറ്റൊന്നുമല്ല, അവൻ്റെ ജീവനേക്കാൾ അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ്റെ സർവത്തിനേക്കാൾ അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ്റെ സ്വർഗത്തേക്കാൾ അവൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പരനേ നന്ദിയാ. സ്തുതിച്ചിടുന്നു, ഈ സമയങ്ങളിൽ ആ ബ്രേക്കപ്പുമായി ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന, ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് വ്യക്തിപരമായി ആ സഹോദരിയോട്, നീ വിശ്വസ്തയായിരുന്നു. പക്ഷെ ആ വിശ്വാസ്യത നിനക്ക് തിരികെ കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ നീ അവിശ്വസ്തയായിരുന്നാലും തൻ്റെ സ്നേഹത്തെ എടുത്ത് മാറ്റാത്തൊരു പ്രാണസഖിയായി യേശു ഇന്ന് നിന്റെ മുൻപിൽ നിൽപ്പുണ്ട്. നീ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ സ്നേഹബന്ധത്തിനകത്ത് നിന്നുള്ള വേദനയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ അതിനേക്കാൾ വലിയൊരു സ്നേഹത്തിലേക്ക് യേശു നിന്നെ വിളിക്കുക.
അതിനേക്കാൾ വലിയൊരു സ്നേഹത്തിലേക്ക് യേശു നിന്നെ വിളിക്കുക. അവസാനം വരെയും കൂട്ടു നിൽക്കാൻ, അവസാനം വരെ നിന്റെ ഏകാന്ത ജീവിതത്തിന് കൂട്ടുതരാൻ കഴിയുന്ന യേശു നിന്നെ വിളിക്കുക. ആ സ്നേഹത്തിലേക്ക് നിന്നെ യേശു വിളിക്കുക. ഇത് നിന്റെ തീരുമാനമാകുന്നു, വ്യക്തിപരമായി നിന്റെ തീരുമാനമാകുന്നു. നഷ്ടപ്പെട്ട ആ സ്നേഹത്തെ പ്രതി കരയാം, അല്ലെങ്കിൽ ലഭിച്ച ഈ സ്വർഗീയ സ്നേഹത്തെ പ്രതി സന്തോഷിക്കാം. എന്ന് എന്ത് തീരുമാനിക്കുന്നു അത് വ്യക്തിപരമായി നിങ്ങളുടെ തീരുമാനമാകുന്നു. പക്ഷേ യേശു നിന്റെ മുൻപിൽ നിൽക്കുക. ആ യേശു നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ മുൻപിൽ നിൽക്കുക. നിന്റെ കേടുപാടുകളെ തീർത്ത് വീണ്ടും നിന്നെ പഴയതുപോലെ അവൻ്റെ പൊന്നോമന പുത്രിയാക്കി തീർക്കുവാൻ അവൻ നിൽക്കുക. ആ യേശു നിന്റെ മുൻപിൽ നിൽക്കുക. Spirit of God, thank you for that beautiful touch. നിന്റെ തീരുമാനത്തിനെ കർത്താവ് മാനിക്കട്ടെ. കർത്താവ് നിന്നെ സ്പർശിക്കുക. ഈ സമയങ്ങളിൽ നിന്നെ കർത്താവ് സ്പർശിക്കുക. എനിക്ക് 23 വയസ്സായി, ഇതുവരെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിന്റെ നിരാശ, പ്രിയ സഹോദര, ആ നിരാശ യേശു എടുത്തു മാറ്റുക. യെരമ്യാ 29:11 ഇങ്ങനെ പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനും ശുഭകരമായ ഭാവിക്കും പ്രത്യാശയ്ക്കുമുള്ള ഒരു പദ്ധതി. നിന്റെ ജീവിതത്തിനകത്ത് യേശു തൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ വരെ നീ കരഞ്ഞതായിരിക്കാം, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ ഏകാന്തതയിൽ ഇരുന്നതായിരിക്കാം. പക്ഷെ ആ പദ്ധതിയിലേക്ക് യേശു നിന്നെ നയിക്കാൻ പോവുക. നീ തോൽക്കുന്ന ഒരു ജീവിതത്തിൽ നിൽക്കാൻ യേശുവിന് ഇഷ്ടമില്ല. നിന്റെ പ്രാർത്ഥനകളെ അവൻ വിലമതിക്കുന്നു. നിന്റെ ചെറിയ വിശ്വാസത്തിൽ നീ കത്തിച്ച മെഴുകുതിരികൾ പോലും അവൻ്റെ മുൻപിൽ ഇന്നുമുണ്ട്. നിന്റെ പ്രാർത്ഥനകളെ അവൻ വിലമതിക്കുന്നു. നിന്റെ ആ 23 നിന്ന് നിന്റെ ജീവിതത്തെ അവൻ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പിതാവിൻ്റെ കരത്തിനായി നീ പ്രാർത്ഥിക്കുക. ആ കരം നിന്നെ സ്പർശിക്കട്ടെ, കരം നിന്നെ മൂടട്ടെ. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറച്ചതുപോലെ യേശു നിന്നെ മുറിക്കാതെ ഇറങ്ങി നിൽക്കട്ടെ. ഈ സമയത്ത് യേശു നിന്നെ തൊടട്ടെ. എൻ്റെ യേശു നിന്നെ തൊടട്ടെ. നിന്നെ നഷ്ടപ്പെട്ട ജീവിതത്തിനകത്ത് വീണ്ടും ഒരു പ്രകാശത്തിൻ്റെ നാളമായി എൻ്റെ യേശു വെളിപ്പെടട്ടെ. ഇതിനകത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ നഷ്ടപ്പെട്ടു, അമ്മയുടെ സ്നേഹം ലഭിക്കാത്ത ആ വ്യക്തിയുടെ കർത്താവിന് ഒരു ദൂത് പറയാനുണ്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പെറ്റമ്മ നിന്നെ മാറ്റി നിർത്തിയാലും ഞാൻ നിന്നെ മാറ്റി നിർത്തുകയില്ല. അവൾക്ക് നീ കേവലം ഒരു മകനായിരിക്കാം, പക്ഷെ നീ എനിക്ക് പ്രാണനാ. ആ യേശു നിന്നെ നോക്കി പറയാൻ ആഗ്രഹിക്കുന്ന വാക്കഥ. അവൾക്ക് നീ കേവലം ഒരു മകനായിരിക്കാം, പക്ഷെ എനിക്ക് നീ എൻ്റെ ജീവനാ. ആ ദൈവ സ്നേഹം ഇന്ന് നിന്നെ തൊടുക. നീ കേട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് അമ്മയുടെ നഷ്ടത്തിലിരിക്കുന്ന, അമ്മയുടെ സ്നേഹം കിട്ടാതിരിക്കുന്ന, കരഞ്ഞിരിക്കുന്ന നിന്റെ ഹൃദയത്തിനകത്ത് ആ സ്നേഹം വീഴുക. യേശു നിനക്ക് അമ്മയായി വെളിപ്പെടുക. എൻ്റെ യേശു നിനക്ക് അമ്മയായി വെളിപ്പെടുക. എൻ്റെ യേശു ഇന്ന് നിനക്ക് അമ്മയായി, അമ്മയെപ്പോലെ അവൻ നിന്നെ മാറോടണയ്ക്കുക. നിന്റെ കഴിഞ്ഞ കാലത്തെ കുറവുകളൊന്നും അവൻ പരിഗണിക്കുന്നില്ല. ആ സ്നേഹത്തിലേക്ക് നിന്നെ വിളിക്കുക തരിക. താതൻ തിരുക്കാരം തേടിയെത്തി തൻ്റെ മാർവോ
പിതാവോട് ചേർത്തണച്ചു. ഇന്ന് ആ പിതാവ് നിന്നെ ചേർത്തണയ്ക്കുക. ആ പിതാവ് നിന്നെ ചേർത്തണയ്ക്കുക. ഈ സമയങ്ങളിൽ ജീവിതത്തിനകത്ത് ഞാൻ ഇനി എന്ത് ചെയ്യും? ആൻസൈറ്റിയിലിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും നല്ലൊരു സ്ഥലം പറഞ്ഞു തരാം. ആ പിതാവിൻ്റെ, ആ അപ്പൻ്റെ മാറിടത്തിലേക്കൊന്ന് ചായുക. ആ അപ്പൻ്റെ നെഞ്ചിലോട്ടൊന്ന് മറയുക. ആ അപ്പൻ്റെ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞിരിക്കുക. നിങ്ങളെ സംബന്ധിച്ച് എല്ലാം ആ അപ്പൻ്റെ കൈകളിലുണ്ട്. നിങ്ങളുടെ എല്ലാ ആകുലതകളും ഇന്ന് അപ്പൻ്റെ സാന്നിധ്യം എടുത്ത് കളയുക. ഇന്ന് ഇതിനകത്ത് ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ ആകുലതകളും, എൻ്റെ ഫ്യൂച്ചർ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഭാവിയെ സംബന്ധിച്ച് എനിക്ക് ഒരു പിടുത്തവുമില്ല, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ആ യേശുവിനറിയാം. ആ യേശുവിൻ്റെ മാറിലേക്ക് ചായുക. ആ യേശുവിൻ്റെ മാറിലേക്കൊന്ന് ചായുക. വേറെ ഒരിടത്തും നിങ്ങൾ ചാരണ്ട. ആ യേശുവിൻ്റെ മാറിലേക്കൊന്ന് ചാരുക. ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരിക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉത്കണ്ഠകളെയും ആകുലതകളെയും ആ സ്നേഹം എടുത്തു മാറ്റട്ടെ. ആ സ്നേഹം എടുത്തു മാറ്റട്ടെ. ആ സ്നേഹം ഇന്ന് നിങ്ങളെ സ്പർശിക്കട്ടെ. ആ സ്നേഹത്തിനകത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതിനകത്ത് ഇനി ദൈവം എന്നോട് ക്ഷമിക്കത്തില്ല, ഞാൻ അത്ര വലിയ തെറ്റാ ചെയ്തേ എന്ന് പറയുന്ന പ്രിയ സഹോദര, നിന്റെ തെറ്റിനെ യേശു കാൽവരി കുരിശിൽ നശിപ്പിച്ചു. ഇനി നീ തെറ്റുകാരനല്ല. യേശു സ്നേഹിക്കുന്ന ഏറ്റവും വിലയുള്ള വ്യക്തിയാകുന്നു. യേശുവിൻ്റെ സ്നേഹത്തിനകത്ത് പിതാവിൻ്റെ മകനാകുന്നു നീ. നിന്റെ പാപത്തെ യേശു മായ്ച്ചു കളഞ്ഞു. വിശ്വസിക്കുക. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. പ്രിയ പിതാവേ, ഈ കേട്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് എൻ്റെ സഹോദരങ്ങളാകുന്നു. കർത്താവ് എനിക്ക് വേണ്ടപ്പെട്ടവരാകുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ അപ്പൻ്റെ സ്നേഹം വെളിപ്പെട്ടതിനായി നന്ദി. അപ്പന് ഏറ്റവും വിലയുള്ളവരാക്കി തീർത്തതിനായി നന്ദി. അവർ വിലയുള്ളവരാണല്ലോ. അപ്പൻ അവരെ തൊട്ടതിനായി നന്ദി. ഇവരുടെ ജീവിതങ്ങളെ അങ്ങ് എടുത്തുപയോഗിച്ചതിനായി നന്ദി. അപ്പൻ്റെ സ്നേഹം എന്നിവരെ മാറ്റിമറിച്ചതിനായി നന്ദി. കർത്താവ് ഇവരുടെ അഡിക്ഷൻസിനെ മാറ്റണമേ. ഇവരുടെ ജീവിതങ്ങളിൽ ആ പാപങ്ങളെ ഒന്ന് എടുത്തു മാറ്റണമേ. കർത്താവ് അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല പിതാവേ, അത് അങ്ങേക്ക് മാത്രമേ ഉള്ളപ്പ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നല്ല പിതാവേ യേശുവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമേ. ആർക്കെങ്കിലും ഇന്ന് എനിക്ക് യേശുവിനെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, നെഞ്ചത്തോട്ടൊന്ന് കൈവെക്കുക. എൻ്റെ യേശുവേ എന്നിലേക്കൊന്ന് വരണമേ. എൻ്റെ പ്രിയപ്പെട്ട യേശുവേ എന്നിലേക്കൊന്ന് വരണമേ. വേറെ ഒന്നും പറയണ്ട. ആ യേശു നിങ്ങളിൽ വരും. ആ യേശു നിങ്ങളിൽ വരും. നിങ്ങൾ എത്ര കുറവുള്ള ആളായിരുന്നാലും ആ യേശു നിങ്ങളിൽ വരും. ആ യേശു നിങ്ങളിൽ വരിക. ഈ സമയങ്ങളിൽ ആ യേശു നിങ്ങളെ തൊടുന്നു. ആ യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ആ യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് ഇത്ര വലിയ പ്രവൃത്തി ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.